ഹലോ കൂട്ടുകാരെ, നമസ്കാരം. മിക്സീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്കൊന്ന് പോയി കണ്ടിട്ട് വന്നല്ലോ. ഈ മുരിങ്ങക്കായ വെച്ചിട്ടാണ് നമ്മളിന്ന് ഡിഷ് ചെയ്യാൻ പോകുന്നത്. മുരിങ്ങക്കായയുടെ ഇത് ഇങ്ങനെ നടുകെ പൊളിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലെ കാമ്പ് എടുക്കണം. ഇതിങ്ങനെ നടുകെ പൊളിച്ചതിന് ശേഷം നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിങ്ങനെ ചിരണ്ടി എടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ മൊത്തമായിട്ട് എടുക്കണം. ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ എടുക്കുക ചെയ്യുന്നത്. നമ്മളത് മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട്. ഞാനൊരു 8 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ടായിരുന്നു. അത് മൊത്തമായിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കാമ്പ് എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് തോരനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമായിട്ട് മുരിങ്ങക്കായുടെ ഇത് വേണം. അതുപോലെ തന്നെ കുറച്ച് സവാള, പച്ചമുളക്, എരിവിന് ആവശ്യമുള്ള നമ്മൾ എത്രമാത്രം മുരിങ്ങക്കായ എടുക്കുന്നു അതുപോലെ അതിന് ആവശ്യമായിട്ടുള്ള മുളക്. ഞാനിപ്പോൾ ഒരു 8 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. അപ്പം അതിന് 4 മുളക്, എരിവുണ്ട്, ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ്. പിന്നെ വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ കാച്ചാനായിട്ട് നമുക്ക് കടുക്, പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളും വേണം. അത് ഞാൻ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞുതരാം. ഇതിലിപ്പോൾ നമ്മൾ ഇതെല്ലാം ചോപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ചോപ്പറിൽ നമ്മൾ സവാളയും പച്ചമുളകും അതുപോലെ തന്നെ ഈ വെളുത്തുള്ളി ഇതെല്ലാം ഒന്നിച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. നമ്മളിത് ചോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ മുരിങ്ങക്കായയുടെ കാമ്പ് എടുത്തത് ഞാൻ ഇതിലേക്ക് ഇട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ഇതിങ്ങനെ നീളത്തിലല്ലേ കിടക്കുന്നത്. അപ്പൊ അതൊന്ന് ചെറുതായി കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ ഒന്ന് ഇതിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് ചോപ്പായി കിട്ടും. പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇടുകയാണ്. കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഞാൻ കുറച്ച് ഉഴുന്നും പരിപ്പ് ഇടുന്നുണ്ട്. ഉഴുന്നും പരിപ്പ് ഇടുന്നത് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഇടുന്നത് നിർബന്ധമൊന്നുമില്ല. അതേപോലെ തന്നെ 2 വറ്റൽമുളക്, ഉഴുന്നുപരിപ്പ് ചുവന്ന് വന്നു തുടങ്ങുമ്പോൾ കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, വെളുത്തുള്ളി, പച്ചമുളക് ഇതിൻ്റെ കൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു കൂട്ട് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. ഈ കൂട്ട് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നീട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഡ്രം സ്റ്റിക്കിൻ്റെ ഫ്ലഷ് ഇട്ടിട്ട് അത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു കൂട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു കറിയിലേക്ക് നമ്മൾ എരിവിനായിട്ട് പച്ചമുളക് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് തന്നെയാണ് ഇതിന് ടേസ്റ്റുമായിട്ട് തോന്നിയിട്ടുള്ളത്. മറ്റ് മുളകുകൾ, മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ടേസ്റ്റ് വ്യത്യാസമായി പോവും. ഇനി ഇത് സിമ്മിലിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം തളിച്ച് നന്നായി വേവിച്ച് തന്നെ എടുക്കണം. സാധാരണ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരാറില്ല. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരല്പം ചിരകിയ തേങ്ങയിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു വലിയ കൈപ്പിടി നിറയെ തേങ്ങ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്.
ഡ്രം സ്റ്റിക്കിൽ നിന്ന് ഫ്ലഷ് എടുക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവം കൂടിയാണിത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഓരോ ലൈക്ക് തന്നിട്ട് പോകാനും മറക്കില്ലല്ലോ അല്ലേ?